ഗ്രാമർ എന്ന് കേൾക്കുമ്പോൾ പേടിയാണോ? ടെൻസ് എന്താണെന്ന് പഠിക്കണമെന്ന് വിചാരിച്ചാൽ കൺഫ്യൂഷൻ ആണോ? ഒരു ഡെഫിനിഷൻ പോലും മനഃപ്പാഠമാക്കേണ്ട കാര്യമില്ല. ഈ ഒരു ചെറിയ കഥ മാത്രം കേൾക്കൂ. ടെൻസ് എന്താണെന്ന് പിന്നീട് ഒരിക്കലും നിങ്ങൾ മറന്നു പോവില്ല. ഹായ് എവരിവൺ, വെൽക്കം ടു ലേൺ ഇംഗ്ലീഷ് വിത്ത് ലിജിത. ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ഫൗണ്ടേഷൻ ആയിട്ടുള്ള ടെൻസ് എന്താണെന്ന് വളരെ എളുപ്പത്തിൽ പഠിക്കാം. ഞാനിവിടെ ടെൻസ് പഠിക്കാനായിട്ട് ഒരു ചെറിയ മരത്തിന്റെ കഥ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ചെറിയ മരത്തിന്റെ കഥയിലൂടെ നമുക്ക് എന്താണ് ടെൻസ് എന്നുള്ളത് വളരെ എളുപ്പത്തിൽ പഠിക്കാം. അപ്പൊ റെഡി അല്ലേ? ലെറ്റ് സ്റ്റാർട്ട്. ഒരു ദിവസം ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ടീച്ചർ, ഗ്രാമർ പഠിക്കുന്നതിന് മുമ്പ് എനിക്കൊരു സംശയമുണ്ട്, എന്താണ് ടെൻസ് എന്നുള്ളത് എന്ന് ചോദിച്ചു. ആ കുട്ടി ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. പകരം ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, വളരെ നല്ല ചോദ്യം, പക്ഷെ ഞാൻ ഇതിന്റെ ഡെഫിനേഷൻ ഒന്നും പറയില്ല. ആദ്യം ഞാൻ ചോദിക്കുന്ന 3 ചോദ്യങ്ങൾക്ക് നീ ഉത്തരം പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടായിരിക്കും അല്ലേ, ഞാൻ എന്തായിരിക്കും ആ കുട്ടിയോട് ചോദിച്ചത്, ഏതായിരിക്കും ആ 3 ക്വസ്റ്റ്യൻസ് എന്നുള്ളത് അല്ലേ? അപ്പൊ ആകാംക്ഷ ഒന്നും വേണ്ട, നമുക്ക് ചോദിച്ചു തുടങ്ങാം ഓരോ ക്വസ്റ്റ്യൻസും അല്ലേ. അപ്പൊ ഞാൻ ആ കുട്ടിയോട് ചോദിച്ച ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഇന്ന് രാവിലെ മോൻ എന്താണ് കഴിച്ചത് എന്ന് ചോദിച്ചു. അപ്പൊ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഐ ഏറ്റ് ദോശ. ഐ ഏറ്റ് ദോശ അല്ലെ, ഞാൻ ദോശയാണ് കഴിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ അത് എപ്പോഴാണ് സംഭവിച്ചത്, എപ്പോഴാണ് നീ ആ ദോശ കഴിച്ചത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, രാവിലെയാണ് എന്ന് പറഞ്ഞു. അതായത് കഴിഞ്ഞു പോയ കാര്യമാണ് അല്ലെ, അതായത് രാവിലെയാണ്, അവൻ സ്കൂളിലേക്ക് വരുന്നതിന് മുമ്പാണ് അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ കഴിഞ്ഞു പോയ കാര്യമാണ് അല്ലെ. അപ്പൊ അത് ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്? പാസ്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. അതായത് അവൻ ഇപ്പോഴല്ല കഴിച്ചത്, പിന്നെന്താണ്, രാവിലെ സ്കൂളിൽ വരുന്നതിന് മുൻപാണ് കഴിച്ചത്. അപ്പൊ അത് ഏത് ടെൻസിലാണ് അവന് പറഞ്ഞിട്ടുള്ളത്? പാസ്റ്റിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കഴിഞ്ഞു പോയ ഒരു കാര്യത്തെയാണ് സൂചിപ്പിച്ചത്. അപ്പൊ അത് പാസ്റ്റ് ആണ്. ഇനി ഞാൻ ആ കുട്ടിയോട് രണ്ടാമത് ചോദിച്ച ചോദ്യം എന്താണെന്ന് അറിയണ്ടേ? നീ എന്താണ് ചെയ്യുന്നത്, ഇപ്പൊ നീ എന്താണ് ചെയ്യുന്നത് ചോദിച്ചു. ആ കുട്ടി പറഞ്ഞു, ഐ എം ലേണിംഗ് ഇംഗ്ലീഷ് അല്ലെ, ഞാൻ എന്താണ് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഐ എം ലേണിംഗ് ഇംഗ്ലീഷ് അല്ലെ, അതായത് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അതായത് കുട്ടി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞത്? ഐ എം ലേണിംഗ് ഇംഗ്ലീഷ് അല്ലെ, ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ എന്താണ്, ഇപ്പൊ നടന്നു, അറ്റ് പ്രസന്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ ഇത് ഏതൊരു ടെൻസിലാണ് കുട്ടി പറഞ്ഞത്? പ്രസന്റ് ടെൻസിലാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അങ്ങനെ ഞാൻ ആ കുട്ടീൻ്റെ അടുത്ത് മൂന്നാമത്തെ ചോദ്യം ചോദിച്ചു കേട്ടോ. മോൻ ഇന്ന് വീട്ടിൽ ചെന്നാൽ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചു. എന്ത് ചെയ്യും, വൈകുന്നേരം വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടി മറുപടി പറഞ്ഞു, ഐ വിൽ വാച്ച് ടി വി. എന്താണ് റിപ്ലൈ തന്നത്? ഐ വിൽ വാച്ച് ടി വി അല്ലേ, ഞാൻ ടി വി കാണുമെന്നാണ് പറഞ്ഞത്. അതായത് ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമല്ല, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് അല്ലേ. അതായത് അത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അത് ഏതിലാണ് വരുന്നത്? ഫ്യൂച്ചർ ആണ്. മനസ്സിലായോ? ഇപ്പൊ നടക്കുന്നതൊന്നല്ല, കഴിഞ്ഞു പോയതുമല്ല, പിന്നെന്താണ്, വൈകുന്നേരം ചെന്ന് കഴിഞ്ഞിട്ട് ചെയ്യാൻ പോകുന്ന, ഭാവിയിൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് അല്ലേ. അതുകൊണ്ട് ഇത് ഏത് ടെൻസ് ആയിട്ടാണ് വരുന്നത്? ഫ്യൂച്ചർ ടെൻസ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഞാൻ 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചല്ലോ. ആ 3 ക്വസ്റ്റ്യനും ആ കുട്ടി പറഞ്ഞ ആൻസറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാല്ലേ നമുക്ക്. എന്തൊക്കെയായിരുന്നു? ഒന്നാമതായത് ഐ ഏറ്റ് ദോശ എന്നാണ് പറഞ്ഞത് അല്ലേ. എന്താണ് ഒന്നാമത്തെ സെന്റൻസ് എന്ന് പറയുന്നത്? ഐ ഏറ്റ് ദോശ. പിന്നെ രണ്ടാമത് പറഞ്ഞത് എന്തായിരുന്നു? ആ, ഐ എം ലേണിംഗ് ഇംഗ്ലീഷ് അല്ലേ. രണ്ടാമത് എന്താ പറഞ്ഞത്? ഐ എം ലേണിംഗ് ഇംഗ്ലീഷ് എന്നാണ് പറഞ്ഞത്. ഇനി മൂന്നാമത് എന്തായിരുന്നു ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഐ വിൽ വാച്ച് ടി വി അല്ലേ. എന്താണ് പറഞ്ഞത്? ഐ വിൽ വാച്ച് ടി വി അല്ലേ. അപ്പൊ ഈ ഒരു 3 സെന്റൻസുകൾ ഒന്ന് നോക്കിക്കേ. ഒന്നാമത് എന്താന്ന് പറഞ്ഞത്? ഐ ഏറ്റ് ദോശ എന്ന് പറഞ്ഞു, ഐ എം ലേണിംഗ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു, ഐ വിൽ വാച്ച് ടി വി എന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ ഐ എന്നുള്ളത് ഈ 3 സെന്റൻസിലും ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സബ്ജക്റ്റുകൾക്ക് യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല അല്ലെ. എല്ലാത്തിലും എന്താണ്, ഐ ഐ ഐ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ വേർബ് നോക്കൂ, എയ്റ്റ് എന്നാണ് ഒന്നിൽ വന്നത് അല്ലെ. ഐ എയ്റ്റ് ദോശ, എയ്റ്റ് ദോശ എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ സെന്റൻസിലായപ്പോ എന്താണ്, ഐ എം ലേണിംഗ് എന്നുള്ളതാണ് വന്നത് അല്ലെ. ഐ എം ലേണിംഗ് ഇംഗ്ലീഷ് എന്നുള്ളത് വന്നു. പിന്നെ ആയപ്പോ എന്താണ്, വിൽ വാച്ച് ടി വി അല്ലെ. ഐ വിൽ വാച്ച് ടി വി. അപ്പൊ ഇവിടെ സബ്ജക്റ്റുകൾക്കൊന്നും മാറ്റം വന്നിട്ടില്ല, പക്ഷെ വേർബിന് മാത്രമാണ് മാറ്റം വന്നത്. ഈ 3 സെന്റൻസുകളിലും ഐ എന്ന് പറയുന്നത് ഒരേ ഒരാളാണ് അല്ലെ. പക്ഷെ മാറിയത് എന്താണ്? സമയം മാത്രമാണ് അല്ലെ. സമയം മാറുമ്പോൾ വെർബിന്റെ രൂപവും മാറുന്നു. അതിനെയാണ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, സമയം മാറുമ്പോൾ വെർബിന്റെ രൂപം തന്നെ മാറിപ്പോവില്ലേ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ചെടി നോക്കിയത് ഞാൻ രാവിലെ പറിച്ചു വെച്ചാ, രാവിലെ ക്ലാസ് എടുക്കാന്ന് വിചാരിച്ച് പറിച്ചതാണ്. പക്ഷെ വൈകുന്നേരമായി, ചെടിയൊക്കെ വാടിയിട്ടുണ്ട് കേട്ടോ. എങ്കിലും ഈ ഒരു ചെടി നോക്കൂ. ഈ ചെടിക്ക് ഈ ഇതൊരു തടിയാണ് അല്ലേ.
ഇതിനെയാണ് നമ്മൾ ടെൻസ് എന്ന് പറയുന്നത് അല്ലേ. ഈ ഒരു ചെടിയാണ് ഇത്, ടെൻസ് ആണ്. ഇതിന് 3 പ്രധാന കൊമ്പുകളുണ്ട് അല്ലേ. ഇതിന് 3 പ്രധാന കൊമ്പുകളുണ്ട്. അപ്പോൾ ഒരു ടെൻസ് അല്ലേ, ഈ ഒരു ചെടീന്റെ ഒരു തണ്ടിനെ നമുക്ക് എന്താണ് ടെൻസ് ആണ് എന്ന് പറയാം അല്ലേ. ഈ ടെൻസിന് എന്താണ് 3 പ്രധാനപ്പെട്ട കൊമ്പുകളുണ്ട്. ഒരു കൊമ്പിന്റെ പേരെന്താണ് പാസ്റ്റ് ആണ്, ഒരു കൊമ്പിന്റെ പേര് പ്രസന്റ് ആണ്, അടുത്ത കൊമ്പിന്റെ പേര് ഫ്യൂച്ചർ ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു മരത്തിന് 3 കൊമ്പുകളുണ്ട്. ഒരു കൊമ്പിന്റെ പേര് പാസ്റ്റ് ആണ്, ഒരു കൊമ്പിന്റെ പേര് പ്രസന്റ് ആണ്, ഒരു കൊമ്പിന്റെ പേര് ഫ്യൂച്ചർ ആണ്. ഇനി ഈ ഓരോ കൊമ്പുകൾക്കും ചെറിയ 4 ശാഖകൾ വീതമുണ്ട് കേട്ടോ. ഈ ഒരു കൊമ്പിന് 4 ശാഖയുണ്ട്, ഈ ഒരു കൊമ്പിന് 4 ശാഖയുണ്ട്, ഈ ഒരു കൊമ്പിനും 4 ശാഖയുണ്ട്. അതായത് പാസ്റ്റ് എന്ന് പറയുന്ന കൊമ്പിനും 4 ശാഖയുണ്ട്, പ്രസന്റ് എന്ന് പറയുന്ന കൊമ്പിനും 4 ശാഖയുണ്ട്, അതേപോലെ തന്നെ ഫ്യൂച്ചർ എന്ന് പറയുന്ന കൊമ്പിനും 4 ശാഖകളുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഈ പാസ്റ്റ് എന്ന് പറയുന്ന കൊമ്പിന്റെ ശാഖകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഈ പാസ്റ്റ് എന്ന് പറയുന്ന കൊമ്പിന് 4 ശാഖകളുണ്ട് എന്നാണ് പറഞ്ഞത് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ പാസ്റ്റ് എന്ന് പറയുന്ന കൊമ്പിന്റെ ശാഖകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ശാഖ എന്ന് പറയുന്നത് സിമ്പിൾ ആണ് അല്ലേ. സിമ്പിൾ എന്ന് പറയുന്ന ഒരു ശാഖയാണ്. രണ്ടാമത്തെ എന്താണ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ശാഖ. മൂന്നാമത്തത് പെർഫെക്റ്റ് എന്ന് പറയുന്ന ശാഖയാണ്. നാലാമത്തത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ശാഖ അല്ലെ. അപ്പൊ സിമ്പിൾ എന്ന് പറയുന്ന ഒരു കൊമ്പിന് 4 ശാഖകളാണുള്ളത്. ഒന്നെന്താണ് സിമ്പിൾ അല്ലെ, അതായത് സിമ്പിൾ പാസ്റ്റ്. പിന്നെന്താണ് കണ്ടിന്യൂസ്, അതായത് പാസ്റ്റ് കണ്ടിന്യൂസ് അല്ലേ. പിന്നെന്താണ് പെർഫെക്റ്റ്, പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അതായത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ 4 ശാഖകളാണ് പാസ്റ്റ് എന്ന് പറയുന്ന കൊമ്പിനുള്ളത്. ഇനി അതുപോലെ തന്നെ പ്രസന്റ് എന്ന് പറയുന്ന കൊമ്പിനും എത്ര ശാഖകളുണ്ട്? ഇതല്ലേ, ഇതിലേ കാണിച്ചു തരാട്ടോ. ഇതാണല്ലേ പ്രസന്റ് എന്ന് പറഞ്ഞ കൊമ്പ്, ഇതാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഈ പ്രസന്റ് എന്ന് പറയുന്ന കൊമ്പിനും 4 ശാഖകളുണ്ട്. ഏതൊക്കെയാണത്? ഒന്നാമത്തെ ശാഖ എന്ന് പറയുന്നത് സിമ്പിൾ, രണ്ടാമത്തത് കണ്ടിന്യൂസ്, മൂന്നാമത്തത് പെർഫെക്റ്റ്, നാലാമത്തത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലേ. അപ്പൊ പ്രസന്റ് എന്ന് പറയുന്ന കൊമ്പിനാണ് കേട്ടോ. അതായത് സിമ്പിൾ പ്രസന്റ് അല്ലേ, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പിന്നെയോ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ അല്ലേ. പ്രസന്റിന്റെ ശാഖകളുടെ പേര് പഠിച്ചില്ലേ. ഇനി അടുത്തതായിട്ട് ഫ്യൂച്ചർ എന്ന് പറയുന്ന കൊമ്പാണ് അല്ലെ. ഈ ഫ്യൂച്ചർ എന്ന് പറയുന്ന കൊമ്പിനും എത്ര ശാഖകളുണ്ട്? 4 അല്ലെ ശാഖകൾ, അതായത് ബ്രാഞ്ചസ് അല്ലെ, 4 ശാഖകളുള്ള. അപ്പൊ ഫ്യൂച്ചർ എന്ന കൊമ്പിനും 4 ശാഖകളാണുള്ളത്. ഏതൊക്കെയാണത്? സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതായത് ഏതാണ്? സിമ്പിൾ ഫ്യൂച്ചർ അല്ലെ, പിന്നെന്താണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ അങ്ങനെ 3 കൊമ്പുകളാണ്. ഈ 3 കൊമ്പുകൾക്കും 4 ശാഖകൾ വീതം അല്ലെ. അതായത് 3 into 4 is equal to 12 അല്ലെ. അതായത് 3 ശാഖകൾക്കും 4 കൊമ്പുകൾ വീതം. അതായത് 4 4 + 4 + 4 is equal to 12 അല്ലെ. അതായത് ടോട്ടൽ എത്ര ശാഖകൾ ഉണ്ട് എന്ന് പറഞ്ഞത്? 12, 12 ശാഖകളാണുള്ളത്. അതായത് 12 ടെൻസുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ. പിന്നെ ടെൻസ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? ഒരു മരമാണ് കേട്ടോ. ആ ഒരു മരം അല്ലെ. ടെൻസ് എന്ന് പറയുമ്പോൾ ആദ്യം വരേണ്ടതാണ് മരമാണ്. ആ മരത്തിനൊരു കൊമ്പുണ്ട്. ആ കൊമ്പ് ഒരു മരത്തിനൊരു ട്രങ്ക് അല്ലെ, തടിയുണ്ട്. അതാണ് ടെൻസ് എന്ന് പറയുന്നത്. ആ ടെൻസിന് എന്താണ്? ഇങ്ങനെ 3 ശാഖകളുണ്ട് അല്ലെ. ഒരു ശാഖയുടെ പേരെന്താണ്? പാസ്റ്റ് ആണ് അല്ലെ. ആദ്യമുണ്ടായ ശാഖയായിരിക്കും അല്ലെ. ഇപ്പൊ അടുത്ത് പിന്നെന്താണ്? അങ്ങനെ പറയണ്ടായിരുന്നാലും 3 കൊമ്പുകളുണ്ട് അല്ലെ. ആ ഒരു കൊമ്പിന്റെ പേര് പാസ്റ്റ് ആണ്, രണ്ടാമത്തെ കൊമ്പിന്റെ പേര് പ്രസന്റ് ആണ്, മൂന്നാമത്തെ കൊമ്പിന്റെ പേര് ഫ്യൂച്ചർ ആണ്. ഇനി ഈ 3 കൊമ്പുകൾക്കും എന്താണ് ഉള്ളത്? 4 ശാഖകൾ വീതം ഉണ്ട്. ഓരോ ശാഖകൾക്കും എന്താണ്? സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന രീതിയിലാണ് ശാഖകളുടെ പേര് വരുന്നത് അല്ലേ. പിന്നെ മറന്നു പോകുമോ? തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരില്ലേ ടെൻസ് എന്ന് പറഞ്ഞാൽ ഒരു മരം? ഓക്കെ അല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പൊ എന്താണ് ടെൻസ് എന്താണെന്നുള്ളൊരു യാത്ര ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു ക്ലാസ്സിൽ എന്താണ് പ്രസന്റ് ടെൻസ് എന്നുള്ളതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പൊ ആ ഒരു ക്ലാസ് വരുമ്പോഴേക്കും ഈ ക്ലാസ് നന്നായിട്ട് ഓർത്ത് വെക്കണം കേട്ടോ. പിന്നെന്താണ്? ഡോണ്ട് മെമ്മറൈസ് ഗ്രാമർ, അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ത്രൂ സ്റ്റോറീസ് അല്ലേ. അപ്പൊ ഈ ഗ്രാമർ എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ കാണാപ്പാഠം പഠിക്കേണ്ട ഒന്നല്ല. പിന്നെന്താണ്? മനസ്സിലാക്കി പഠിക്കല്. ഇനിയിപ്പോൾ ഒരു കഥകളിലൂടെയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ എന്താണ് അത് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്താണ്, ഒരിക്കലും ഗ്രാമർ ഒരു ഒട്ടും മനസ്സിലാവാത്തൊരു കാര്യം അല്ലെങ്കിൽ എന്താണ് ഒട്ടും ദഹിക്കാത്തൊരു കാര്യമാണെന്നൊന്നും
ഉണ്ടാവില്ല. എന്താണ് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു വീഡിയോ ഞാൻ പ്രധാനമായിട്ടും ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് കുറേ ആയിട്ട് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സമയത്ത് തന്നെ ആദ്യം ഇംഗ്ലീഷിലെ ഓക്സിലറി വെർബ് ക്ലാസ് എടുക്കുമോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതുവരെ എടുക്കാൻ സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇപ്പോൾ അടുത്തായിട്ട് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതേപോലെ ടെൻസിൻ്റെ ക്ലാസ് എടുക്കുമോയെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലായി 2 ക്ലാസ് പറഞ്ഞിട്ടും എടുക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. ഒന്നാമത് രാവിലെ സ്കൂളിൽ പോകും, സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേനും ട്യൂഷൻ, അങ്ങനെ ഓരോരോ ബിസിയാണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് എടുക്കാൻ എനിക്ക് സമയം വളരെ കുറച്ചാണ് കിട്ടുന്നത്. ഇപ്പം മഴയായതുകൊണ്ട് 2, 3 ദിവസം അവധി കിട്ടിയല്ലോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് എടുത്താ. അപ്പോൾ എന്തായാലും അങ്ങനെ ഈ ഒരു ടെൻസിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഉപകാരപ്പെടും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ക്ലാസ് കാണണം. അപ്പോൾ ഈ ഒരു ടെൻസിൻ്റെ ക്ലാസ് ഞാനൊരു എപ്പിസോഡുകളായിട്ടാണ് ട്ടോ ചെയ്യുന്നത്. എപ്പിസോഡ് 1, എപ്പിസോഡ് 2 എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ അല്ലേ? താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.